2400 രൂപ വില പറഞ്ഞതാണ്. പക്ഷെ ആ സാധനം ഞാൻ മേടിച്ചത് 1431 രൂപക്ക് ഞാൻ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നു, കുറച്ച് ഡിലേ ആയി സാധനങ്ങൾ കിട്ടാനും. മാത്രമല്ല എന്താ സംഭവം എന്നുള്ള എന്തുകൊണ്ട് ഡിലേ ആയി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് നെക്സ്റ്റ് വീഡിയോ ഈ ഷോപ്പ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിലേക്ക് എത്താൻ സമയമെടുത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഷോപ്പിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഭയങ്കര സ്ലോയിലാണ് വർക്ക് നീങ്ങുന്നത്, ഒന്നുമില്ല, അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ ഷോപ്പ് ഏതൊരു കണ്ടീഷനിലാണ് ഉള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇനി എന്തൊക്കെ ചെയ്യാൻ പോകണം എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ പുതിയ ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇതുപോലെ ബിസിനസ് റിലേറ്റീവായുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ശരിക്കും ഷോപ്പിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ അല്ല, ഹയർ സെക്കൻഡറി സ്കൂള്, ഹൈവേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് തുറന്നിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് 2 ഷട്ടർ ഉണ്ട് കേട്ടോ. 2 ഷട്ടർ ഫുൾ വ്യൂ ആണ്. ഓക്കെ, ഹൈവേ എന്നൊക്കെ വരുന്നത് 2 ഷട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് നമ്മൾ ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഫുള്ള് മെഷ് കയറ്റിയിട്ടുണ്ട്. നമുക്ക് കൂടുതലും നമുക്ക് ഹാങ് ചെയ്യണ സംഭവങ്ങളാണല്ലോ വരിക. കണ്ട, ഇതിപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ മെഷ് കാര്യങ്ങളൊക്കെ കൊടുന്ന് അതൊക്കെ നമ്മൾ അടിപ്പിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വാള് ഫുൾ സെറ്റ് ഇവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുറത്തുനിന്ന് ഡിസ്പ്ലേ നല്ല ലുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കിത് ഡിസ്പ്ലേ അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഇപ്പം ഈ ഒരു മെഷ് ഈ ഒരു സംഭവം കിട്ടാനാണ് ഞാൻ ഇത്രയും ദിവസം ലേറ്റ് ആയത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ ഇതുപോലുള്ള ആക്സസറീസ് വിൽക്കുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡിസ്പ്ലേ ഐറ്റംസും മെഷും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലേക്ക് നമ്മൾ പോയപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കുറേ ദിവസം എടുക്കും വരാൻ. അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഓർഡർ കൊടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പലപ്പോഴും ഈ സാധനം കിട്ടുക. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലേക്കോ അല്ലെങ്കിൽ മറ്റു ആഗ്രഹിക്കുന്ന ആ ഒരു രൂപത്തിലേക്കുള്ള സാധനങ്ങൾ കിട്ടാൻ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഷോപ്പുകളിൽ കയറി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയെന്നാൽ പിന്നെ ഓൺലൈനിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ ഞാൻ ഏകദേശം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് വില്ല എന്ന് പറയുന്ന ഒരു ഇതുപോലെയുള്ള സംഭവങ്ങൾ ഡിസ്പ്ലേ ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന ഒരു ഓൺലൈൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തു. കറക്റ്റ് സാധനം നമ്മൾ ചെറിയൊരു ക്യാഷ് അഡ്വാൻസ് കൊടുത്തിട്ട് അത് സംഭവം കിട്ടാനായിട്ട് ഇപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, സംഭവം നമ്മൾ ഇന്നലെ തന്നെ അത് കയറ്റി. ഓക്കെ, അപ്പം ഈ കാണുന്ന സംഭവമൊക്കെ നമ്മളിപ്പോൾ ഈ ടൂൾസ് വില്ല എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വ്യത്യാസം കാര്യങ്ങളിലൊക്കെ തന്നെ ഭയങ്കര കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ നമ്മുടെ ഇതിൻ്റെ ഷോപ്പിൽ ഇന്നലെ ഈ ഒരു കാണിച്ച ഈ ഒരു സംഭവത്തിൻ്റെ ഷോപ്പിലുണ്ടല്ലോ അല്ല, ഇത് ഞാൻ ഈ ഡിസ്പ്ലേ ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞത് 2400 രൂപ വില പറഞ്ഞതാണ്. പക്ഷെ ആ സാധനം ഞാൻ മേടിച്ചത് 1431 രൂപക്ക് ഞാൻ ഈ പറയുന്ന ടൂൾസ് വില്ല എന്ന് പറയുന്ന ഇതിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു ഷോപ്പ് ഇപ്പം തുടങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതിനോട് റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളെപ്പോഴും ഒന്ന് പ്രൈസ് കമ്പയറിംഗ് ഒന്നും നടത്തണം. കാരണം വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത ഹോൾസെയിൽ മാർക്കറ്റും അതേപോലെ തന്നെ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആവുന്ന മാർക്കറ്റുകളായാലും ഓൺലൈൻ മാർക്കറ്റുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു റേറ്റ് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ അതെന്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മളുണ്ടല്ലോ, ഒരൊറ്റ എക്സാമ്പിൾ ആയിട്ട് ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ
ഇന്നലെ വില ചോദിച്ചത് നമ്മുടെ നാട്ടിലുള്ള തൃശ്ശൂരുള്ള ഒരു ഷോപ്പിൽ വില ചോദിച്ചത് 2450 രൂപയാണ് ഇതിന്റെ വില പറഞ്ഞത്. സെയിം സാധനം ഓക്കെ. പക്ഷെ അതിനേക്കാളും ഒരു പൊടി നല്ല ക്വാളിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സാധനം എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടിയത് 1431 രൂപക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപയുടെ വ്യത്യാസം ഇതിലുണ്ട് എന്നുള്ളത് അർത്ഥം. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും, നല്ല രീതിയിൽ നിങ്ങൾ വില കമ്പയർ ചെയ്ത് നോക്കണം ഓക്കെ. അതുപോലെ തന്നെയാണ് ഈ ടൂൾസ് വില്ല എന്ന് പറയുന്ന ഈ സംഭവത്തിൽ നിന്ന് വാങ്ങിയതാണ് ഈ കാണുന്ന ഈ മെഷും. അതേപോലെ തന്നെ ഇപ്പൊ കണ്ടില്ലേ, ഇത് ഞാൻ വെച്ചിട്ടുള്ളത്, ഇത് നല്ല റോട്ടീന്ന് നല്ല വ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് 2.6 മനസ്സിലായോ ഓക്കെ. 2 വിടുത്തും 6 ഹൈറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് 2.6 അങ്ങനത്തെ ഒരു 5 എണ്ണം എന്ന് വെച്ചാൽ 10 അടി വീതിയും 6 അടി ഹൈറ്റും ഓക്കെ. അപ്പോൾ ആ ഒരു ലെവൽക്കാണ് ഇത് ഫുൾ ഡിസ്പ്ലേ ചെയ്യാന്നുള്ള ഒരു ലെവലിൽ ഞാനിതിനെ സെറ്റ് ചെയ്തത് ഓക്കെ. പിന്നെ ഇത് ഈ ഒരു വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4.2 അപ്പോൾ ഇതെന്താണ് ഇപ്പൊ ചെറുത് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് നമ്മുടെ ഹൈവേ നല്ല വ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഫുൾ ഇത് കിട്ടട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയാ, ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ഒരു കബോർഡ് പോലെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ. പ്ലാനിലുണ്ട്, അതിന് പ്ലാൻ ചെയ്ത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കബോർഡ് പോലെ നമുക്ക് വരെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാം ലേഡീസിന്. പിന്നെ അതുപോലെ ഒരു കോർണർ ഏരിയ ഉണ്ട് നമുക്ക്, മനസ്സിലായില്ലേ. ഈ കോർണർ ഇവിടെ നമുക്ക് 2 അടി സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ 1 അടി അപ്പം നമുക്ക് അതിലൊരു കബോർഡ് സാധനങ്ങളൊക്കെ ഒരു റാക്ക് സെറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഇവിടെ 1 അടി എടുക്കുന്നുണ്ട് സ്പേസ്, ഇതിൽ നമുക്ക് ചെറിയ രീതിയിലൊരു ഡിസ്പ്ലേ റാക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ ലെവലിലാണ് ഫുള്ള് ബ്ലാക്ക് നമ്മൾ പെയിന്റ് അടിച്ചു, ഫുള്ള് സെറ്റാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇത് നമ്മൾ എടുക്കാനുള്ളത്, ഇത് മുന്നേ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കില്ല, അപ്പോൾ നമ്മളത് വേറെ ബ്ലാക്ക് തന്നെ ആക്കണം നമുക്ക്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ലൈറ്റ്സിൻ്റെ കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ്സാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചാനൽ എടുക്കുന്നുണ്ട് അല്ല ഇതിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പോട്ട് ലൈറ്റ് കൊടുക്കുക, നേരെ ഇതിലേക്ക് സ്പോട്ട് ലൈറ്റും എല്ലാ ഇതിലേക്കും സ്പോട്ട് ലൈറ്റ് കൊടുക്കുക ഓക്കെ. നമുക്ക് കണ്ടിട്ടില്ല അപ്പോൾ ചെറിയ ലൈറ്റ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഷോപ്പിന് സെറ്റപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് ലൊക്കേഷൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതേപോലെ തന്നെ ഹൈവേ ആണ്. നേരെ തൊട്ട് അടുത്ത് നമുക്കൊരു സ്റ്റിച്ചിങ് ഷോപ്പ് ഉണ്ട്, ലേഡീസിൻ്റെ കുറച്ച് റഷ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. തൊട്ടടുത്ത് ഒരുപാട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലേഡീസ് ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഷോപ്പിൻ്റെ എല്ലാ മേജർ ഭാഗവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ലേഡീസ് ഫാൻസി ഓർണമെൻറ്റ്സ് ആണ് ഓക്കെ. ലേഡീസ് ഫാൻസി ഓർണമെൻറ്റ്സ് അതിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയറിങ്സ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ എങ്ങനെയാണ് ഇനി ബാക്കി സെറ്റപ്പ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ചെറിയ ഷോപ്പ് തുടങ്ങാനൊക്കെയുള്ള പ്ലാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വളരെ ചെറിയ രീതിയിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പല ഷോപ്പുകളും നമുക്കാണ് ഈ വുഡിലൊക്കെ ഫുള്ള് ഭയങ്കരമായിട്ട് ഇൻറ്റീരിയലും വർക്ക് ചെയ്തിട്ടാണ് പല ഷോപ്പുകളും ഇന്ന് വരാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ട് വരുന്ന അതിമനോഹരമായിട്ടുള്ള ഷോപ്പ് സെറ്റപ്പുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഐഡിയയിൽ നമ്മൾക്ക് എത്രത്തോളം ബഡ്ജറ്റ് കുറച്ച് എത്രത്തോളം കോസ്റ്റ് കുറച്ച് കാണാൻ ഭംഗിയുള്ള രീതിയിൽ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലെവലിൽ ആണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയും ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.